അമേരിക്കയിലെ പൗരത്വത്തിനും കുടിയേറ്റത്തിനുമുള്ള അപേക്ഷകൾ കൈകാര്യം ചെയ്യുന്ന പ്രധാന ഏജൻസിയാണ് US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ്. വിസ, ഗ്രീൻ കാർഡ്, പൗരത്വ അപേക്ഷകൾ എന്നിവയെല്ലാം USCIS ആണ് ചെയ്യുന്നത്. ഈ ഏജൻസി ഇപ്പോൾ ഒരു വലിയ മാറ്റം വരുത്താൻ പോവുകയാണ്. അവർ സ്വന്തമായി ഒരു നിയമപാലക വിഭാഗം രൂപീകരിക്കുന്നു. ഈ വിഭാഗത്തിന് ആയുധങ്ങൾ ഉപയോഗിക്കാനും ആളുകളെ അറസ്റ്റ് ചെയ്യാനും അധികാരമുണ്ടാകും. ഇത് പ്രസിഡന്റ് ട്രംപിൻ്റെ ഭരണത്തിൽ കുടിയേറ്റത്തിനെതിരെയുള്ള നടപടികൾ കൂടുതൽ ശക്തമാക്കുന്നതിൻ്റെ ഭാഗമാണ്. വാൾ സ്ട്രീറ്റ് ജേർണലാണ് ഈ വിവരം പുറത്തുവിട്ടിരിക്കുന്നത്. ഇമിഗ്രേഷൻ അപേക്ഷകളിലെ തട്ടിപ്പുകൾ കണ്ടെത്താനായി USCIS ഉദ്യോഗസ്ഥർക്ക് പ്രത്യേക പരിശീലനം നൽകും. ഇങ്ങനെ പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥർക്ക് നിയമലംഘനം നടത്തുന്ന കുടിയേറ്റക്കാരെയും വ്യാജരേഖകൾ ഉണ്ടാക്കാൻ സഹായിക്കുന്ന അഭിഭാഷകരെയും അറസ്റ്റ് ചെയ്യാൻ കഴിയും. USCIS സാധാരണയായി ICE പോലുള്ള മറ്റ് നിയമപാലക ഏജൻസികളുമായി ചേർന്ന് പ്രവർത്തിക്കാറില്ല. ആളുകൾ പേടിയില്ലാതെ വിവരങ്ങൾ നൽകാനും ഇൻ്റർവ്യൂകളിൽ പങ്കെടുക്കാനും ഇത് സഹായിച്ചിരുന്നു. എന്നാൽ പുതിയ മാറ്റം വിസ, ഗ്രീൻ കാർഡ്, പൗരത്വം എന്നിവയ്ക്ക് അപേക്ഷിക്കുന്നവരെ പിന്തിരിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് വിമർശകർ പറയുന്നു. USCISൻ്റെ പുതിയ ഡയറക്ടർ ജോ എഡ്ലോ പറഞ്ഞത് ഈ പുതിയ വിഭാഗം തട്ടിപ്പുകൾ കണ്ടെത്താൻ ശ്രമിക്കുമെന്നാണ്. ഒരേ രാജ്യത്തു നിന്നുള്ള ഒരേപോലെയുള്ള അപേക്ഷകൾ, ഇംഗ്ലീഷ് പരീക്ഷ ഒഴിവാക്കാൻ വേണ്ടി വ്യാജ വൈകല്യ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കുന്നവർ എന്നിവരെ അവർ ലക്ഷ്യമിടുന്നുണ്ട്. തെറ്റായ വിവരങ്ങൾ നൽകി പൗരത്വം നേടിയവരെയും അവർ വീണ്ടും പരിശോധിക്കും. ഇതൊരു തണുപ്പൻ പ്രതികരണം ഉണ്ടാക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ വ്യാജ അപേക്ഷകളിൽ ഒരു തണുപ്പൻ പ്രതികരണം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നതും എന്നാണ് ജോ എഡ്ലോ പറഞ്ഞത്. അതായത് നല്ല രീതിയിൽ അപേക്ഷിക്കുന്നവരെ ഇത് ബാധിക്കില്ല, പക്ഷേ തെറ്റായ രീതിയിൽ അപേക്ഷിക്കുന്നവരെ ഇത് പേടിപ്പിക്കും. പുതിയ നിയമം അനുസരിച്ച് USCIS സ്പെഷ്യൽ ഏജന്റുമാർക്ക് കൂടുതൽ അധികാരങ്ങൾ ഉണ്ടാകും. 2025 സെപ്റ്റംബർ 5 ഫെഡറൽ രജിസ്റ്റർ പ്രസിദ്ധീകരിച്ച ഒരു നിയമം ഒക്ടോബർ 5 മുതൽ പ്രാബല്യത്തിൽ വരും. ഈ നിയമം അനുസരിച്ച് USCIS ഏജന്റുമാർക്ക് ചില കാര്യങ്ങൾ ചെയ്യാനാകും. കുടിയേറ്റ നിയമലംഘനങ്ങൾക്കും മറ്റ് ക്രിമിനൽ കുറ്റങ്ങൾക്കും ആളുകളെ അറസ്റ്റ് ചെയ്യാം. പരിശീലനം കഴിഞ്ഞ ശേഷം തോക്ക് ഉപയോഗിക്കാം. സെർച്ച് വാറന്റുകളും അറസ്റ്റ് വാറന്റുകളും നടപ്പാക്കാം. കുടിയേറ്റ നിയമങ്ങളുടെ ലംഘനങ്ങൾ അന്വേഷിക്കാം. ആവശ്യമെങ്കിൽ മാരകമായതും അല്ലാത്തതുമായ ബലപ്രയോഗം നടത്താം. സംശയിക്കുന്നവരെ പിടികൂടാൻ വാഹനങ്ങളിൽ പിന്തുടരാം. വേഗത്തിൽ നാടുകടത്താനുള്ള നടപടികൾ ആരംഭിക്കാം. മുൻപ് ഒബാമയുടെ ഭരണകാലത്ത് USCISൽ ഫ്രോഡ് ഡിറ്റക്ഷൻ ആൻഡ് നാഷണൽ സെക്യൂരിറ്റി യൂണിറ്റ് എന്നൊരു വിഭാഗം ഉണ്ടായിരുന്നു. അവർ സംശയാസ്പദമായ കേസുകൾ ICEക്ക് കൈമാറും. എന്നാൽ അവർക്ക് ആരെയും അറസ്റ്റ് ചെയ്യാനോ ആയുധം ഉപയോഗിക്കാനോ കഴിയില്ലായിരുന്നു. ICEക്ക് എല്ലാ കേസുകളും അന്വേഷിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് പുതിയൊരു വിഭാഗം അത്യാവശ്യമാണെന്ന് എഡ്ലോ പറയുന്നത്. ആദ്യഘട്ടത്തിൽ ഏകദേശം 200 ഉദ്യോഗസ്ഥരെയാണ് നിയമിക്കാൻ പോകുന്നത്. അവരെ രാജ്യത്തിലുടനീളമുള്ള ഇമിഗ്രേഷൻ ഓഫീസുകളിൽ നിയമിക്കും. ട്രംപിൻ്റെ ഭരണകൂടം കുടിയേറ്റക്കാരെ കൂടുതൽ നിരീക്ഷിക്കുന്നതിൻ്റെ ഭാഗമാണിത്. അപേക്ഷകരുടെ വീടുകളിൽ പരിശോധന നടത്താനും അവർക്ക് അമേരിക്കൻ വിരുദ്ധ ചിന്താഗതികളുണ്ടോ എന്ന് വരെ പരിശോധിക്കാനും സാധ്യതയുണ്ട്. ബൈഡൻ ഭരണകൂടത്തിലെ USCIS ഉദ്യോഗസ്ഥനായിരുന്ന ഡഗ് റാൻഡ് ഈ നീക്കത്തെ വിമർശിച്ചു. ഇതൊരു ആവശ്യമില്ലാത്ത കാര്യമാണ്. ഒരു പ്രശ്നമില്ലാതെ തന്നെ അവർ പ്രശ്നം കണ്ടെത്താൻ ശ്രമിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിനു മുമ്പും ICE പൗരത്വം, ഗ്രീൻ കാർഡ്, അഭയം എന്നിവയ്ക്കായുള്ള ഇമിഗ്രേഷൻ ഇന്റർവ്യൂകളിൽ ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ട്രംപിന്റെ ഭരണത്തിന്റെ കീഴിൽ കൂടുതൽ നിയമ നടപടികൾ ശക്തമാക്കുകയാണ്. ചുരുക്കത്തിൽ USCIS പുതിയൊരു പോലീസ് സേനയെ ഉണ്ടാക്കുന്നു. ഇത് കുടിയേറ്റക്കാരെ പേടിപ്പിക്കാനും കൂടുതൽ കർശനമായ നിയമങ്ങൾ നടപ്പാക്കാനും ഉണ്ടാക്കിയതാണ് എന്നാണ് വിമർശകർ പറയുന്നത്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.